നമസ്കാരം. റഷ്യയിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായതിന് പിന്നാലെ ജപ്പാനിലും കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറിയത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 4 മീറ്ററോളം ഉയരമുള്ള സുനാമി തിരമാലകളാണ് അടിച്ചത്. ശക്തമായ തിരമാലകളിൽ കൂറ്റൻ തിമിംഗലങ്ങളും കരയിലേക്ക് എത്തിയത് ഞെട്ടലോടെയാണ് ലോകം കണ്ടത്. ഇതിന് പിന്നാലെയാണ് ജപ്പാൻ വീണ്ടും ഒരു സുനാമി മുന്നറിയിപ്പിലേക്ക് എത്തിപ്പെടുന്നത്. ഹൈക്കൈഡോ, ഇവാട്ടെ, ചിബ പ്രീഫെക്ചറുകളിലെ പട്ടണങ്ങളിൽ ആളുകൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുകയാണ്. അതേസമയം ഇനാച്ച് ബീച്ച് പോലുള്ള തീരദേശ ബീച്ചുകൾ പോലീസ് അടച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികൾ അതീവ ജാഗ്രതയിലാണ്. സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയും ജനങ്ങളോട് മുന്നറിയിപ്പുകൾ അവഗണിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് അവിടുത്തെ ഭരണകൂടം. ദുരന്ത സാധ്യതാ പ്രദേശം എന്ന് കണക്കാക്കുന്ന ഇടങ്ങളിലെ ഏകദേശം 20 ലക്ഷം ആളുകളെ ഒഴിപ്പിക്കാൻ ജാപ്പനീസ് അധികൃതർ നിർദ്ദേശവും നൽകി. ഇപ്പോൾ കനത്ത ജാഗ്രതയിലാണ് ജപ്പാൻ ഉള്ളത്. ഓർക്കാൻ ഭയക്കുന്ന പല കാര്യങ്ങളും ജപ്പാനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ട്. ഏകദേശം 14 വർഷം മുൻപ് ജപ്പാന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്ന് നാശം വിധിച്ചിരുന്നു. 2011 മാർച്ച് 11 അത്. ടൊഹോക്കു തീരത്ത് കടലിനടിയിൽ 9.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് ഉണ്ടായ കൂറ്റൻ സുനാമി 40 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകളുമായി വടക്ക് കിഴക്കൻ ജപ്പാനിലേക്ക് ആഞ്ഞടിക്കുകയായിരുന്നു. റിക്കൂസന്റെ കഥ, മിനാമി സാൻരിക്കു, ഒനാഗവ തുടങ്ങിയ തീരദേശ സമൂഹങ്ങൾ മിനിറ്റുകൾക്കുള്ളിലാണ് ഏതാണ്ട് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടത്. അതിവേഗത്തിൽ നീങ്ങിയ സുനാമി തിരമാലകൾക്ക് മുന്നിൽ നിസ്സഹായരായി നിൽക്കാനേ ആളുകൾക്ക് സാധിച്ചുള്ളൂ. ഏകദേശം 20,000-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകളെ കാണാതാവുകയും ചെയ്തു. 4,70,000-ലധികം പേർക്ക് വീട് നഷ്ടമായി. ഈ ദുരന്തം ഒരു ആഗോള പ്രതിസന്ധിക്കും കാരണമായി മാറി. ഫുകുഷിമ ഡൈച്ചി ആണവ നിലയത്തിന്റെ കടൽ ഭിത്തികളിൽ കൂറ്റൻ തിരമാലകൾ ആഞ്ഞടിച്ചതോടെ 3 റിയാക്ടറുകളെ ഇത് സാരമായി ബാധിച്ചു. റേഡിയേഷൻ ചോർച്ച 10,000-കണക്കിന് ആളുകളെ ഒഴിപ്പിക്കാൻ കാരണമായി. ചെർണോബിലിന് ശേഷമുള്ള ഏറ്റവും വലിയ ആണവ ദുരന്തമായി ഇത് മാറുകയും ചെയ്തു. ഇന്നും അതിന്റെ പ്രതിഫലനങ്ങൾ അവിടെയുണ്ട്. 2011 ഭൂകമ്പവും സുനാമിയും വരുത്തിയ നഷ്ടം ഏകദേശം $235 ബില്യൺ ആണ്. മറ്റൊരു സുനാമി കൂടി ഇനി ജപ്പാൻ താങ്ങില്ല എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തം. ജപ്പാനിലെ ബാബ വങ്ക എന്നറിയപ്പെടുന്ന റിയോ തത്സുഗിയുടെ പ്രവചനങ്ങൾ കേട്ട് ജപ്പാൻ നടുങ്ങിയതും 2011 ഓർത്തത് കൊണ്ട് തന്നെയാണ്. ഒരു ചെറിയ സാധ്യത പോലും അവർ തള്ളിക്കളയുന്നില്ല. അത്രയും മാരകമായ ഓർമ്മകളാണ് അവരുടെ മനസ്സുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ ജൂലൈ 5 മുൻപും ശേഷവും അന്നുമുള്ള നാളുകൾ, ഏതാണ്ട് എല്ലാ നാളുകളും ജപ്പാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ്. ജപ്പാൻ മാത്രമല്ല, ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും കടുത്ത ആശങ്കയിലാണുള്ളത്. ഹവായിലടക്കം സുനാമി തിരകൾ എത്തിപ്പെട്ടു. അതേസമയം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തമായ തിരമാലകൾ അല്ല എന്നത് നല്ലൊരു ആശ്വാസം പകരുന്ന വാർത്തയായി മാറി. എന്തായാലും ഇവിടെയും ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. റഷ്യയിലുണ്ടായ വൻ ഭൂകമ്പത്തെ തുടർന്ന് പസഫിക് സമുദ്രത്തിൽ ഉടനീളം സുനാമി മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. മെക്സിക്കോ, ഇക്വഡോർ, കൊളംബിയ എന്നിവിടങ്ങളിൽ തീരപ്രദേശത്ത് ജാഗ്രത നിലനിൽക്കുകയാണ്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ടോങ്ക, തായ്വാൻ എന്നിവിടങ്ങളിൽ 1 മീറ്റർ വരെ ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന പ്രവചനവുമുണ്ട്. അമേരിക്കയിൽ സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് ഹവായിലെ ഹിലോ അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണമായും അടച്ചു. ഹവായിലെ കഹുലുയി വിമാനത്താവളത്തിലെ എല്ലാ വിമാനങ്ങളും റദ്ദാക്കി. യാത്രക്കാർ ടെർമിനലിൽ തന്നെ അഭയം പ്രാപിച്ചു. റഷ്യയിലെ കംചക്തയിൽ അവസാനമുണ്ടായ ഒരു വലിയ ഭൂകമ്പമെന്ന് കണക്കാക്കുന്നത് 73 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചത് തന്നെയാണ്. 1982 നവംബർ 4 കംചത്കയിൽ ഉണ്ടായ ഭൂകമ്പത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ഇപ്പോൾ സംഭവിച്ച ഭൂകമ്പവും. അന്ന് അതിശക്തമായ ഭൂകമ്പമാണ് ഉണ്ടായതെങ്കിലും വലിയ ജീവഹാനിയൊന്നും ഉണ്ടായില്ല. അതിന് കാരണം ജനവാസം അധികമില്ലാത്ത മേഖലയായിരുന്നു അത് എന്നതുകൊണ്ടാണ്. ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുനാമി മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കാൻ കഴിഞ്ഞതിനാൽ നാശനഷ്ടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുകയായിരുന്നു. എന്തായാലും ലോകം ഇപ്പോൾ ഭീതിയിൽ തന്നെയാണ്. മറ്റൊരു സുനാമി ലോകത്തെ ബാധിക്കുമോ? ജപ്പാനിൽ ഉണ്ടായാൽ അത് എത്തരത്തിൽ ലോകത്തെ ബാധിക്കുമെന്നുള്ള ആശങ്കകൾ തന്നെയാണ് നിലനിൽക്കുന്നത്.